വാർത്തകൾ പരിശോധിക്കാം. പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ മലയരയ മഹാസഭയ്ക്ക് മുന്നിൽ അനുനയ നീക്കവുമായി സർക്കാർ. സംഘടന അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും സംഗമത്തിൽ പങ്കെടുക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം മന്ത്രി VN വാസവൻ സഭയ്ക്ക് കത്ത് നൽകി. അതേസമയം കേവലം കാഴ്ചക്കാരായി സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ നൽകും. അരുൺ, കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി നേരത്തെ പന്തളം കൊട്ടാരം ശബരിമല ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള മലയരയ മഹാസഭ ഇത്തരത്തിൽ ഹൈന്ദവ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളും നാട്ടിലെ കോടതികളും ഇപ്പോൾ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമത്തെ ചോദ്യം ചെയ്ത് എത്തുന്ന ഘട്ടത്തിൽ സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു, ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഈ സാഹചര്യത്തിലല്ലേ ഇപ്പോൾ വിവിധ ഹൈന്ദവ സംഘടനകളെ കൂടെ കൂട്ടാനുള്ള ഒരു അവസാനഘട്ട നീക്കം ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? അരുൺ, ഗൗതം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. കാരണം വാണിജ്യ താല്പര്യത്തോടെ കൃത്യമായി പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു വാണിജ്യ താല്പര്യത്തോടെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നതെന്നുള്ള ഗുരുതരമായുള്ള ആരോപണം. ആ ആരോപണം നിലനിൽക്കെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശം, അതിനുമുമ്പ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ച ചോദ്യം, അതിനുശേഷം പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്, ഇതിനുശേഷമാണ് മലയരയ മഹാസഭ നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. അങ്ങനെ സമസ്ത മേഖലകളിൽ നിന്നും കനത്ത പ്രഹരം, കനത്ത തിരിച്ചടി, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ്, ഈ ഗുരുതരമായുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളെ അതോടൊപ്പം തന്നെ ഈ സാമുദായിക സംഘടനകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ പരമാവധി ആളുകളെ അതോടൊപ്പം തന്നെ ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന അഭേദ്യമായ ബന്ധമുള്ള സംഘടനകളെയൊക്കെ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച് വരുത്തുക എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും മലയരയ മഹാസഭയെ നേരിട്ട് ഇപ്പോൾ സർക്കാർ വിളിച്ചിരിക്കുകയാണ്, ദേവസ്വം ബോർഡ് വിളിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ തങ്ങളുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു തരാതെ, അതിന് ചർച്ച ചെയ്യാതെ ഇത്തരം ഒരു സമ്മേളനത്തിലേക്ക് പങ്കെടുക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇവർ വ്യക്തമാക്കിയിരുന്നു. കേവലം കാഴ്ചക്കാരായി ഈ ഒരു സംഗമത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അവർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു അനുനയ നീക്കവുമായി ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിൽ സംഘടനാ ചുമതലയുള്ളവരെ വിളിച്ചു. അതിനുശേഷം ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് കത്തയച്ചിരിക്കുന്നു. അതിനകത്തൊരു വിരോധാഭാസം എന്നത് ഇന്നലെയും ഹൈക്കോടതിയിൽ ദേവസ്വം അതോടൊപ്പം തന്നെ സർക്കാരും പറഞ്ഞത്, സർക്കാരല്ല ഇത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ഈ പരിപാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത് ദേവസ്വം മന്ത്രി എന്നുകൂടി ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ. അരുൺ, ദയവായി തുടരുക. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ സുബിൻ വി അനിരുദ്ധൻമല, അരയ മഹാസഭയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. ശ്രീ സുബിൻ, നേരത്തെ തന്നെ മലയരയ മഹാസഭ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ കേവലം കാഴ്ചക്കാരായി പോയി നിൽക്കാൻ, അല്ലെങ്കിൽ ഈ സർക്കാരും ദേവസ്വം ബോർഡും വിളിച്ചു വരുത്തുന്ന ചില ആളുകൾ പറയുന്നത് മാത്രം കേൾക്കാനായി അവിടെ പോയിരിക്കാൻ മലയരയ മഹാസഭ ഉണ്ടാകില്ല എന്ന നിലപാട് നിങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഒരു അനുനയ നീക്കവുമായി രംഗത്തെത്തുകയാണല്ലോ. എന്താണ് സഭയുടെ ഇപ്പോഴത്തെ നിലപാട്? നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം സുബിൻ, പറയൂ. അതായത് ദേവസ്വം ബോർഡ് ഇപ്പോൾ ചെയ്യുന്നത് 75ാമത്തെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോ ഈ അവസരത്തിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1949 വരെ പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിച്ചിരുന്ന സമൂഹമാണ് മലയരയ സമുദായം. 1950-ലും 51-ലും 52-ലും ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ആരാധന ക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മലയരയ സമുദായത്തിൽ നിന്നുള്ള പുത്തൻ വീട്ടിൽ കുഞ്ഞൻ കാണിക്കാരൻ പൊന്നമ്പലമേട്ടിൽ എത്തുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി ആചാരങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞങ്ങളൊക്കെ. അപ്പോ മലയരയ മഹാസഭയെയും ശബരിമല അയ്യപ്പനുമായി ബന്ധമുള്ള അഭേദ്യമായ ബന്ധമുള്ള സമൂഹങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവ പണ്ഡിതന്മാരെയും പന്തളം കൊട്ടാരത്തെയും ഒക്കെ
മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ശബരിമലയിലെ ഭക്തരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഗോളതലത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്താൻ കഴിയുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതും ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള സാംസ്കാരിക ബന്ധമുള്ള സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒക്കെയാണ്. അല്ലാതെ സർക്കാർ വിളിച്ചു ചേർക്കേണ്ട ഒരു കാര്യമല്ല അത്. മറ്റൊന്ന്, ഈ നമുക്ക് മനസ്സിലാകുന്ന ഈ കരിമല ക്ഷേത്രമുണ്ട്. കരിമല ക്ഷേത്രം നിർമ്മിച്ചത് ഞാൻ ഈ 18 മലകളിൽ ഒന്നായ കാളകെട്ടി മലയിൽ താമസിക്കുന്ന ആളാണ്. ഈ അരുവിക്കൽ അപ്പൂപ്പനാണ് കരിമല ക്ഷേത്രം നിർമ്മിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നതല്ല, മറിച്ച് അവിടുന്ന് ദേവസ്വം ബോർഡിന്റെയും അവിടുത്തെ അധികാരി വർഗത്തിന്റെയും സഹായത്തോടു കൂടി അവിടെ നിന്ന് ഓടിക്കപ്പെട്ട ഒരു ജനത. ഇനി നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. മൂഴിക്കൽ കുഞ്ഞിരാമനാണ് നിലയ്ക്കൽ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ നിന്നൊക്കെ ഈ സമൂഹത്തെ മുഴുവൻ പുറത്താക്കിയിട്ട് ഇനി വള്ളിയങ്കാവ് ദേവീക്ഷേത്രം നമുക്ക് എന്റെ വീടിന്റെ അടുത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഇനി പശ്ചിമ ദേവീക്ഷേത്രം അതൊന്ന് നമുക്ക് നോക്കാം. ഈ ക്ഷേത്രവും എന്റെ വീടിനടുത്താണ്. ഇവിടെ എല്ലാം തന്നെ മലയരയ സമുദായം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ സമൂഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ്. 18 മലകളിലും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ഒരു ടെമ്പിൾ കമ്മ്യൂണിറ്റി കൂടിയാണ് മലയരയ സമുദായം. അവരെ ഇവിടെ നിന്നെല്ലാം ഓടിച്ച് ആചാരങ്ങളെല്ലാം കൈക്കലാക്കി അവിടെ നിന്ന് ഈ സമൂഹത്തിന്റെ മുഴുവൻ അധികാരങ്ങളും പുറത്താക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ തിരികെ നൽകാതെ അത് പുനഃസ്ഥാപിക്കാതെ എങ്ങനെയാണ് മലയാള സമുദായത്തിന് ഇങ്ങനെ ഒരു ഭക്തസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരല്ല ഇത് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡും അല്ല ചെയ്യേണ്ടത്, ഇത് ഭക്തരാണ് ചെയ്യേണ്ടത്. ഓരോ കാലഘട്ടത്തിലും അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പോൾ ഈ മലയരയ മഹാസഭയുടെ പ്രതിനിധികൾ ഈ ഭക്തസംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണല്ലോ. കാരണം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി 950 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയരയ സമൂഹമാണ് അത് തെളിയിച്ചിരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ അതൊന്നും ഇന്നത്തെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമോ ഒന്നും അത് അംഗീകരിക്കുവാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അത് ശരിയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കുറെ ആവശ്യങ്ങൾ മലയരയ മഹാസഭ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഞാൻ അതിന്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത് സഭയാണ് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സമുദായത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ മാത്രമാണ് ആ സംഗമത്തിന് നീതി ഉണ്ടാവുക, അവിടെ മലയരയ സമുദായം പങ്കെടുക്കുന്നതുകൊണ്ട് അർത്ഥമുണ്ടാകൂ എന്നാണ് സഭയുടെ ജനറൽ സെക്രട്ടറി തന്നെ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഇവിടെ വെറുതെ പോയി നിന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ അവിടെ പോയി നിന്ന് പൊതുവായി ജനങ്ങൾ പറയുന്നത് പോലെ അഭിപ്രായം പറഞ്ഞു അത് തന്നെയാണ്. അതായത് മലയരയ മഹാസഭ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഹൈന്ദവ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. കേവലം കാഴ്ചക്കാരായി അവിടെ പോയി ഇതിനകത്ത് ഭാഗമാകാൻ ഹൈന്ദവ സംഘടനകൾക്കോ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കോ അയ്യപ്പ ഭക്തർക്കോ താല്പര്യമില്ല. മലയരയ മഹാസഭയുടെ നിലപാടിൽ അവർ അടിയുറച്ചു തന്നെ നിൽക്കുകയാണ്. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഇതേ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.